എൻ്റെ പേര് വൈഷ്ണവ് ജി നായർ. ഫൗണ്ടേഷൻ മുതൽ ഇന്റർ വരെ ലക്ഷ്യം തന്നെയായിരുന്നു. ഈ മെയ് 23 ഞാൻ ഇന്റർ ബോത്ത് ഗ്രൂപ്പ് പാസ് ചെയ്തത്. 18th ഇയറിൽ തന്നെ 18ാം വയസ്സിൽ തന്നെ എനിക്കിപ്പം CA ഇന്റർ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയെങ്കിൽ അതിൻ്റെ വലിയൊരു പങ്കും ഇവിടുത്തെ ഫാക്കൽറ്റീസും അതേപോലെ തന്നെ അഞ്ജന മാമും അശ്വതി മാമും തന്നെയാണ്. CA ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് +2 വെച്ചിട്ട് തന്നെയാണ്. അപ്പം ഏതാപ്പം ഫൗണ്ടേഷൻ എടുത്ത് വെച്ച് നോക്കുമ്പോഴാണ് ഞാൻ ലക്ഷ്യനെ പരിചയപ്പെട്ട് ബാക്കിയുള്ളവരെ വെച്ചൊക്കെ എന്തോ ഒരു എനിക്ക് അവർ സ്റ്റാൻഡ് ഔട്ട് ചെയ്യണ പോലെ തോന്നി. അതുകൊണ്ടാണ് ഞാൻ ലക്ഷ്യം ചൂസ് ചെയ്തത്. അന്ന് മുതലും ഞാൻ ഇന്ററും ഇവിടം വരെ ലക്ഷ്യം തന്നെയാണ്. ഇപ്പം എക്സാമിൻ്റെ സമയത്ത് സ്റ്റഡി പീരീഡിലൊക്കെ ഞങ്ങൾക്ക് ഏകദേശം 1.25 മണിക്കൂർ സ്റ്റഡി ലീവ് കിട്ടാൻ സമയത്ത് ഷീന മാമിൻ്റെ ഒരേ ഒരു മാനേജ്മെൻറ്റ് ഇതുകൊണ്ട് മാത്രം. കാരണം ഞങ്ങൾ റിസൾട്ട് വരാൻ കുറച്ച് ലേറ്റ് ആയിരുന്നു, ഓഗസ്റ്റ് ഒക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആകെ ഇച്ചിരി മാസങ്ങളുണ്ടായിരുന്നത്. എന്നിട്ടും അവർ ഞങ്ങൾക്ക് ഏകദേശം 1 month and 15 days ഞങ്ങൾക്ക് സ്റ്റഡി ലീവ് വന്നിട്ടുണ്ട്. പിന്നെ ഈ സ്റ്റഡി ലീവിൻ്റെ സമയത്തൊക്കെ പറഞ്ഞാൽ നമ്മൾ ഭയങ്കര സ്ട്രെസ്ഫുൾ ആയിരിക്കും. ചിലപ്പോൾ നമ്മളെ തന്നെ ഡൗട്ട് ചെയ്യും, ഇത് വേണമായിരുന്നതോ. അപ്പോഴൊക്കെ എനിക്ക് ഇവിടെ ഭയങ്കര കംഫർട്ടിങ് ആയിരുന്നു. ഇവിടുത്തെ പ്രത്യേകിച്ച് അഞ്ജന മാമും അശ്വതി മാമും ഒക്കെ അവരൊക്കെ ഞങ്ങൾക്ക് ഇവിടെ ഒരു ക്യാമ്പസ് പോലെ ഉണ്ട്, സ്റ്റഡി ക്യാമ്പ് പോലെ ഉണ്ടായിരുന്നു. ആ സമയത്ത് വളരെ ഹെൽപ്ഫുൾ ആയിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു അവരുണ്ടായിരുന്നില്ല ഞാൻ ചിലപ്പോൾ ഗ്രൂപ്പ് 2 എഴുതാൻ ചാൻസ് കുറവായിരുന്നു. ഞാൻ പലപ്പോഴും അഞ്ജന മാമോടും അശ്വതി മാമോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു ഗ്രൂപ്പ് 1ലേക്ക് ഒതുങ്ങിയാലോ. അപ്പോൾ അവരായിരുന്നു എന്നെ പുഷ് ചെയ്ത്. പിന്നെ CA ലൈഫിലേക്ക് എടുക്കുമ്പോൾ എല്ലാവരുടെ പ്രശ്നം എന്ന് വെച്ചാൽ BCom കോളേജ് ലൈഫ് ഉണ്ടാവില്ല, ഭയങ്കര പഠിത്തത്തിലേക്ക് മാത്രം ഒതുക്കും. പക്ഷേ എനിക്ക് അങ്ങനെ ഒരു മിസ് ഔട്ട് ഫീൽ ചെയ്തിട്ടില്ല. കാരണം ലക്ഷ്യം എങ്ങനെയെങ്കിലും പരിപാടികളോ എപ്പോഴും നമ്മളൊരു പിന്നെ ഇവിടുത്തെ ഫ്രണ്ട്സ് പറയുകയാണെങ്കിൽ ലൈഫ് ലോങ് ഉള്ള ഒരു അസറ്റ് തന്നെ ആയിരിക്കും.